2018 പ്രളയം വന്നോ? ഭാഷ വന്നോ? പ്രളയം വന്നു, വെള്ളം അകത്തോട്ട് ഇരച്ചു കയറി. ഒരു ചോദ്യം ചോദിക്കാം, സത്യമേ പറയാവൂ, കള്ളം പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകി പോയില്ലേ ഉള്ളത്? ചാക്കോച്ചൻ വെളിയിലോട്ടിറക്കി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ വരുന്നു. ഒറ്റ വിളി വിളിച്ചു, ഹെലികോപ്റ്ററെ ഒന്ന് വേഗം വന്ന് വർഗീസിനെ രക്ഷിക്കുന്നതാണോ എന്നെ രക്ഷിക്കുന്നതാണോ? സത്യം പറ ഭാഷേ, എന്നെ രക്ഷിക്കുന്നതായിരിക്കും അല്ലേ പറഞ്ഞ്. അപ്പം ഹെലികോപ്റ്റർ താന്ന് വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ടുവച്ച് അതിനോട് പറയുക, എന്നെ രക്ഷിക്കണേ എന്ന്. ഇവൻ എന്ന് നേരം വെളുക്കും? നിങ്ങൾ പറ. ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി വല്ലതും വേണോ? പറ, വേണോ? തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെങ്കിൽ മനസ്സിലാകും. മനസ്സിലാകുന്നുണ്ടോ? നീ സൃഷ്ടിയല്ല, സ്രഷ്ടാവിനെ അറിയണമെന്നാണ് ഈ പറഞ്ഞത്. ഇനിയും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സിമ്പിൾ ചോദ്യം പിള്ളേരോട് ചോദിക്കാം, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? ഉറക്കെ പറ. ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാടാ? മനുഷ്യൻ. കണ്ടോ, പിള്ളേർക്ക് കത്തി, പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്ക് കത്തിയെന്ന്, എന്നിട്ടും തലയ്ക്ക് വെളിവില്ല, മനുഷ്യന്മാർക്ക് കത്തിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. നീ സൃഷ്ടിയല്ല, ഇന്ന് രാത്രി സ്രഷ്ടാവിനെ തിരിച്ചറിയണം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം. അപ്പൊ ചോദ്യം, ദൈവം എവിടാ കുടിയിരിക്കുന്നത്? മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ അല്ല, പിന്നെ എവിടെയാണ് ദൈവം വസിക്കുന്നത്? ഇന്ന് രാത്രി കാട്ടാക്കട ദേശത്തോട് വിളിച്ചു പറയാം, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠനം, ദൈവം ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവ് വസിക്കാൻ ആഗ്രഹിക്കുന്ന മന്ദിരം എന്റെയും നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. എന്റെയും നിന്റെ ഹൃദയമാകുന്ന ദേവാലയത്തിലാണ് ദൈവം വസിക്കാൻ ആശിക്കുന്നത്. അപ്പം സൃഷ്ടാവ് ഈശ്വരൻ പടച്ചവൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുങ്ങുന്ന പുള്ളിയല്ല ദൈവം. ആണോ? ദൈവത്തെ പിടിച്ചൊരു പഞ്ചായത്തിൽ കൊണ്ട് വെച്ചേച്ച് ഇനി ഈ പഞ്ചായത്തിലിരുന്നോ എന്ന് ആണോ? അല്ല. ദൈവം വന്ന് കൊല്ലത്തിരുന്നിട്ട് പറയാ, ഇനി ഞാൻ കുറച്ച് കാലം ഇവിടെ, നിങ്ങൾ കാസർഗോഡുകാരില്ല ഇങ്ങോട്ട് പോരെ, ആണോ? അല്ല. ദൈവം ഒരു ജില്ലക്കകത്ത് ഒതുക്കാൻ പറ്റുന്നവനല്ല ഈശ്വരൻ. ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവനല്ല ദൈവം. മനസ്സിലാക്കുന്നു? ഒരു രാജ്യത്തിൽ തളച്ചിടാൻ പറ്റുന്നവനല്ല ദൈവം. പിന്നെ ആരാ? ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവൻ ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ഈശ്വരൻ. ആണോ? എവിടാ ഉപദേശി ഈശ്വരൻ കുടിയിരിക്കുന്നത്? 24-ാം വാക്യം വായിച്ചോട്. എവിടാ കുടിയിരിക്കുന്നതെന്ന് കേൾക്കട്ടെ. എവിടാ ദൈവം കുടിയിരിക്കുന്നത്? 24. ലോകവും ലോകവും അതിലുള്ളതൊക്കെയും അതിൽ കാണുന്നതൊക്കെയും ഉണ്ടാക്കിയ ദൈവം.